അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ 4.5 കോടി രൂപ വരുന്നതുമായി ബന്ധപ്പെട്ട് IT വകുപ്പ് ഒരു പ്രൊഹിബിഷൻ ഓർഡർ ഇറക്കിയിട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന് താങ്കൾ അന്വേഷിച്ചിരുന്നു? അരുൺ, നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഞാൻ മറുപടി പറയാം. നമുക്ക് 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആ മറുപടി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അരുൺ ദയവ് ചെയ്ത് ഇന്റർഡിക്ട് ചെയ്യരുത്. എത്ര സമയമാണെന്ന് എനിക്ക് പറഞ്ഞാൽ മതി, ആ സമയത്ത് ഞാൻ തീർത്തു തരാം. ഞാൻ പറയുന്നത് IT ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക പെനാൽറ്റി അടച്ച് ആ പണം റെഗുലറൈസ് ചെയ്തു എന്നതാണ് ഫാക്ട്. നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ആരും നടപടി എടുക്കാഞ്ഞെന്ന് ചോദിച്ചില്ലേ? അതിന് നടപടി എടുക്കാൻ സാധിക്കില്ല, അതിനൊരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് ഉള്ളത് കൊണ്ടാണ് അത് നടപടി എടുക്കാൻ സാധിക്കാത്തത്. ഇന്ന് EDക്കും അല്ലെങ്കിൽ വിജിലൻസുകാർക്കും ഒന്നും ആ കാര്യത്തിലേക്ക് എത്താൻ അവർ ശ്രമിച്ചാൽ അതിനകത്തു നിന്നും ഒരു ക്രൈം പുറത്തു വരില്ല എന്നതുകൊണ്ടാണ് അതിലേക്ക് പോകാൻ സാധിക്കാത്തത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം പിന്നെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ആയാലും ശരി, ഖമറുദ്ദീനെതിരെ ആയാലും ശരി, ഷാജിക്കെതിരെ ആയാലും ശരി, ആർക്കെതിരെയും അന്വേഷണം നടത്താം. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാം. അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. അതായത് ഈ ഒരു മൊമെന്റിൽ ഇബ്രാഹിം കുഞ്ഞൊരു MLA ആണ്, ഖമറുദ്ദീൻ MLA ആണ്, ഷാജി MLA ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLAക്കെതിരെ ഇനി നടപടി എടുക്കാൻ തീരുമാനിക്കുന്നതൊക്കെ ഇപ്പൊ കുറെ MLAമാർക്കെതിരെ നടപടിയായിട്ട് പോകാൻ പോവാണ്. അവരൊക്കെ ഇവരൊന്നും ഒളിച്ചോടി പോകുന്ന ആളുകളല്ല. ഒരു നോട്ടീസ് കൊടുത്താൽ അവർ വന്നാൽ അവിടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമാണല്ലോ. ഇന്ന് രാവിലെ കാണിച്ച ഗിമ്മിക്ക് ഞാൻ ഇതുവരെ ഈ ഒരു പോയിന്റിൽ വരെ ഇൻവെസ്റ്റിഗേഷനെ ഇന്റർഡിക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ ഞാൻ. ഇന്ന് രാവിലെ കാണിച്ച ഗിമ്മിക്ക് എന്താണ്? രാവിലെ അവിടെ ചെല്ലുന്നു, പിന്നെ ഒരു അറസ്റ്റിന്റെ നാടകം നടത്തുന്നു. ഇവിടെ പിന്നെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ടും വീട്ടിലൊക്കെ പോയി ഒരു വാർത്തയൊക്കെ കൊടുക്കുന്ന എല്ലാ വാർത്താ ചാനലുകളിലും അറിയിച്ചിട്ട് പോകുന്നു. എന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ വന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. അവർക്ക് അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഇൻക്രിമിനേറ്റിംഗ് സാധനങ്ങളുണ്ടെങ്കിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് അതിനകത്തൊന്നും തർക്കമില്ല. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 3 മാസങ്ങളിലായി വിജിലൻസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ പുതിയതായി ഒരു ഇൻപുട്ട് കിട്ടാനില്ലാത്തത് കൊണ്ട് 3 മാസം മുമ്പ് തന്നെ അവർക്കൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് അവർക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രിസ്യൂം ചെയ്യുന്നത് 3 മാസത്തിന് മുമ്പ് അവർക്ക് കിട്ടിയ ഇൻപുട്ട് ഒരു അറസ്റ്റിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് EDയുടെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോയി ചന്ദ്രികയും മറ്റു കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് പോകുമ്പോഴത്തേന് ED ഇതെല്ലാം ഫൈൻഡ് ചെയ്ത് ED അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അറസ്റ്റിന്റെ പാപഭാരം സ്റ്റേറ്റ് ഗവൺമെന്റിന് വരത്തില്ലല്ലോ, EDയെ കൊണ്ട് അങ്ങ് അറസ്റ്റ് ചെയ്യിക്കാന്നാണ് ധരിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഒരു അറസ്റ്റിലേക്ക് പോകാനോ ഇൻക്രിമിനേറ്റിംഗ് ആയ ഒരു സാധനമോ കണ്ടെത്താനില്ല എന്ന ഇപ്പൊ ഈ കിഫ്ബിയുടെ ഇഷ്യൂ, അതായത് തോമസ് ഐസക്കിന്റെ 3 ദിവസം മുമ്പത്തെ സ്റ്റേറ്റ്മെന്റും ഇപ്പൊ ഇൻവെസ്റ്റിഗേഷനിൽ ഇറങ്ങി പുറത്തു വരാൻ പോകുന്ന ഒരു 164 സ്റ്റേറ്റ്മെന്റിലെ കുറെ പേരുകളും ഒക്കെ നാളെയും മറ്റന്നാളുമായിട്ട് വരാൻ പോകുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദിവസം സെലക്ട് ചെയ്തതിലാണ് എനിക്ക് സംശയം തോന്നുന്നതും ആ ദിവസം സെലക്ട് ചെയ്തത് അറസ്റ്റ് ചെയ്ത് മുഹൂർത്തം നോക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാട് നമ്മുടെ പോലീസിനും വിജിലൻസിനും ഇല്ലല്ലോ. അത് UDFന്റെ കാലത്തും ഇല്ല, LDFന്റെ കാലത്തും ഇല്ല. ആ മുഹൂർത്തം എന്ന് പറയുന്നത് മുഹമ്മദ് ഷാ, ഈ 3 മാസമായി വിജിലൻസിന് ഒരു രേഖയും കിട്ടിയിട്ടില്ല. ഈ 3 മാസം വിജിലൻസിന് ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്ന് അല്ലല്ല 3 മാസമായിട്ട് വിജിലൻസിന് ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്ന് മുഹമ്മദ് ഷായ്ക്ക് ഉറപ്പാണ്. വിജിലൻസിന് ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്നത് ഷായ്ക്ക് ഉറപ്പാണോ? അല്ലല്ല ശ്രീ മുഹമ്മദ് ഷാ, അത് നമ്മൾ വിശദമായി ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ് ധനമന്ത്രി കള്ളം പറഞ്ഞത്. പക്ഷേ ഒരു നിമിഷം, എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ 3 മാസമായി വിജിലൻസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് അങ്ങേക്ക് ആധികാരികമായി പറയാൻ സാധിക്കുമോ? 3 മാസം മുമ്പ് വിജിലൻസ് ഫൈനൽ റിപ്പോർട്ടിലേക്ക് ലീഡ് ചെയ്തിരുന്നു. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചിരുന്നു. അതിനകത്ത് ഇപ്പൊ നടന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ്. ഈ 3 മാസമായി വിജിലൻസ് ഈ കാര്യത്തിൽ ഈ ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടോ? ഈ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് അത് ഈ വിജിലൻസ് പരിശോധിച്ചിരുന്നു. അത് താങ്കൾക്ക് അറിയാമായിരുന്നു? അറിയാം.
ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റുമായി ഒരു ബന്ധമില്ലെന്ന് ഞാൻ പറയുന്നു. അതിലാണ് ഏറ്റവും വലിയ കോമഡി. 13 കോടി മറ്റതൊക്കെ ഈ 85 ലക്ഷമാണ്. ആ 13 കോടിയിൽ അല്ലല്ല, എന്റെ സംശയമല്ല, ഷാ വീട് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഷാ വീട് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഷാജിയുടെ വീടല്ല, ഷാജിയുടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 0.22 മില്ലിമീറ്റർ ഉള്ള ഒരു കോൺക്രീറ്റ് മിക്സ്, ഗ്രേഡിലുള്ള കോൺക്രീറ്റ് മിക്സ് യൂസ് ചെയ്താൽ അത് വീടിന് മതിയാവും. അതേ നിലവാരത്തിലുള്ള കോൺക്രീറ്റ് മിക്സ് ടൺ കണക്കിന് ലോറികളും ട്രക്കുകളും കയറി പോകുന്ന ഒരു പാലത്തിന് കൊണ്ടിട്ട ആ സാങ്കേതിക വിദ്യ ഈ മന്ത്രിയുടെ കാലത്തെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കരാറ് പറിക്കാനാണ് അത് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം സാർ. റിപ്പോർട്ട് എന്നാ കിട്ടിയത്? എക്സ്പോർട്ട് റിപ്പോർട്ട് എന്താ പറഞ്ഞത്? എക്സ്പോർട്ട് ഡെക്ക് കണ്ടിന്യൂറ്റി അല്ല സാർ, ഈ ഡെക്ക് കണ്ടിന്യൂറ്റി പോലെയുള്ള സാങ്കേതിക രീതികൾ കേരളം പോലെ ഒരു ഭൂവിസ്തൃതിയുള്ള, കേരളം പോലെ ഒരു ജോഗ്രഫിയുള്ള, കേരളം പോലെ ഒരു കാലാവസ്ഥയുള്ള ഒരു പ്രദേശത്ത് നടക്കില്ല എന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ടായിട്ടും RDS അതിൽ യാതൊരു പരിചയവും മുൻപ് ഇല്ല എന്ന ഒരു വസ്തുത കൂടി മുൻപിലുണ്ടായിട്ടും ആ പണി ഏൽപ്പിച്ചു കൊടുത്ത മഹാനാണ് നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ഇനി ഞാൻ അതവിടെ നിർത്തുന്നു. അതിലേക്ക് വന്നാൽ ഇനി കമ്പിയുടെ എണ്ണം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും അപകടമാവും. ഒരു നിമിഷം, അല്ല, എന്റെ ചോദ്യത്തിലൂടെ അങ്ങ് കേട്ടിട്ട് പോകും. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ചന്ദ്രിക പത്രത്തിലെ ചോദ്യമാണ് ചോദിച്ചത്. അങ്ങ് പറഞ്ഞത് ആ കേസ് ക്ലോസ് ചെയ്തു, അത് റെഗുലറൈസ് ചെയ്തതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു എന്നാണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, ഈ 4.5 കോടി രൂപ ഒരു പത്രത്തിലേക്ക്, നിങ്ങളുടെ പത്രത്തിലേക്ക് ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് ഫൈൻ അടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? 2016 ഡിമോണിറ്റൈസേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തടസ്സം ഉണ്ടായിരുന്നില്ല. 2016 നവംബർ മാസം 8-ാം തീയതി ഡിമോണിറ്റൈസേഷന് മുമ്പ് ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ആ പണം കൊണ്ട് ബാങ്കിലിട്ടു. കേൾക്കാൻ തയ്യാറാണോ? അല്ല, അരുൺ മറുപടി കേൾക്കാൻ തയ്യാറാണോ? പറഞ്ഞു. ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷമുള്ള ഫിനാൻഷ്യൽ പോളിസിയും അതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ പോളിസി തമ്മിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ഡിമോണിറ്റൈസേഷൻ വന്നതിന് ശേഷമാണ് ഈ 4.25 കോടി രൂപ. അല്ല, ഞാൻ പറയട്ടെ സാർ, ചന്ദ്രികയുടെ ഈ അക്കൗണ്ടിലേക്ക് ഈ 4.25 കോടി രൂപ എത്തുന്നത്. സാർ, അല്ല മുഹമ്മദ് ഷാ, ഇത് കേൾക്കൂ. അല്ല മുഹമ്മദ് ഷാ, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് താങ്കൾ പറഞ്ഞോളൂ. ഈ ഡിമോണിറ്റൈസേഷന് ശേഷം 4.25 കോടി രൂപ എത്തുന്നു. 4.25 കോടി രൂപ ഡിമോണിറ്റൈസേഷന് ശേഷം എത്തുന്നു. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് അതിന്റെ വിവരം കിട്ടുന്നില്ല, IT-ക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കുന്നില്ല. അതായത് ടാക്സ് എടുക്കാതെ ഈ പൈസ കൊടുക്കുന്നു, ടാക്സ് ഈടാക്കാതെ 4.25 കോടി അവിടെ വരുമാനം കാണിക്കുന്നു. ഇത് IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുന്നു. IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി. നിങ്ങൾക്ക് പറയാമായിരുന്നു ഡിമോണിറ്റൈസേഷന്റെ പോളിസി പ്രകാരമാണ് ഇതിങ്ങനെ സംഭവിച്ചത്. നിങ്ങൾ എത്ര പിഴയടച്ചത്? 2 കോടി 25 ലക്ഷം രൂപ പിഴയടച്ചു. ഡിമോണിറ്റൈസേഷന്റെ വൈകല്യം കൊണ്ടാണോ നിങ്ങൾ 2.25 കോടി രൂപ പിഴയടച്ചത്? അതെ. എങ്ങനെയായിരുന്നു? ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പിന്നെ ഡിപ്പോസിറ്റ് സ്കീം 4.25 കോടി രൂപയിൽ 2 കോടി 25 ലക്ഷം രൂപ പിഴയടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷമുണ്ടായിരുന്ന 2 കോടി 25 ലക്ഷം രൂപ ആ സ്കീം അങ്ങനെ തന്നെ ആയിരുന്നു. എന്താ സ്കീം? ഒന്ന് വിശദീകരിച്ച് ആ സ്കീം എന്താണെന്ന് വിശദീകരിച്ച് ആ തുക അടച്ചു മാത്രമേ 2016 നവംബർ 8-ന് ശേഷം റെഗുലറൈസ് ചെയ്യാൻ സാധിക്കും. ഞാൻ സംശയിക്കുന്നത് ഈ ഡിമോണിറ്റൈസേഷനോടൊപ്പം ഇൻകം ടാക്സിന്റെ സ്ലാബ് വല്ലതും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു? ഇല്ല, സ്കീം പുതിയതായിരുന്നു. സ്കീമിലാണ് അടച്ചത്. നിങ്ങൾക്കറിയാമോ, 2016 നവംബർ 8-ന് ശേഷം പല ഡിപ്പോസിറ്റുകളും ഇന്ത്യയിൽ തന്നെ പല ഡിപ്പോസിറ്റുകളും സ്വീകരിച്ചു. ഗുജറാത്തിൽ കോടിക്കണക്കിന് രൂപ ഡിപ്പോസിറ്റ് വന്നു. ആ ഡിപ്പോസിറ്റ് എല്ലാം വന്നതിന് പെനാൽറ്റി അടച്ചത് കോപ്പറേറ്റീവ് ബാങ്കിലാണ് വന്നത്, ഒരു പത്രത്തിന്റെ അക്കൗണ്ടിലല്ല. അതൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ വന്ന അക്കൗണ്ടാണ് താങ്കൾ പറഞ്ഞത്. അമിത്ഷായുടെ ഡയറക്ടർ ബോർഡിൽ ചന്ദ്രിക സാർ, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്ത് മാറ്റമാണ് ആദായ നികുതി വകുപ്പിന്റെ നിയമത്തിൽ സ്ലാബിൽ 2016 നവംബർ 8-ാം തീയതി എന്ത് മാറ്റമാണ് വന്നത്? അതങ്ങ് പറയൂ. ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസം ഉണ്ടാവുന്നത് അവിടെയാണ് ഈ പണം വന്നത്. ടാക്സ് കൊടുത്തില്ല, കള്ളപ്പണം അത് വന്നു. അതിൽ 2.25 കോടി പിഴയടച്ചു. നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾക്കത് പറഞ്ഞ അത് അടങ്ങുമെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് പോയി. പെനാൽറ്റി അടച്ചിട്ടാണ് നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത്. പെനാൽറ്റി അടച്ചിട്ട് പറയുകയാണ് വിശുദ്ധമായ പണം
മനസ്സിലാവൂ. സാർ, നിങ്ങൾ പിഴയടച്ചോ ഇല്ലയോ? പിഴയടച്ചോ ഇല്ലയോ? നടത്തുന്ന പണം, CPM ബക്കറ്റ് പിരിവ് നടത്തുന്ന പണം എന്തോ ആവട്ടെ, നിങ്ങൾ ഇത് ഫൈൻ അടച്ചോ ഇല്ലയോ? 2,25,00,000 രൂപ അടച്ചോ ഇല്ലയോ? വാങ്ങുന്ന പണം കള്ളപ്പണമാണോ? 2,25,00,000 രൂപ അടച്ചോ ഇല്ലയോ? സാർ, അല്ലല്ല, ഈ 4,15 കോടി രൂപ ബക്കറ്റ് പിരിവിലൂടെ വാങ്ങിയതാണെന്നാണോ അങ്ങയുടെ വാദം? അല്ലല്ല, ഈ 4,15 കോടി രൂപ ബക്കറ്റ് പിരിവിലൂടെ വാങ്ങിയതാണോ അങ്ങയുടെ വാദം? ചന്ദ്രിക ക്യാമ്പയിന്റെ സ്കീം എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതിൽ കൊടുക്കുന്നയാൾ തുക, ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വരുന്ന തുകകൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും നടത്തുന്നുണ്ട്. നിങ്ങൾ 24 അല്ല, ശരി, അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ഷാ, ഞാൻ സമ്മതിച്ചു മുഹമ്മദ് ഷാ, അല്ല ഞാൻ സമ്മതിച്ചു മുഹമ്മദ് ഷാ, ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ്. ആ 33% പിഴ അടയ്ക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് കൂടി അങ്ങൊന്ന് പറയൂ. ആ സമയത്താണ് 2016 നവംബർ 8 പ്രഖ്യാപനം വരുന്നില്ല എങ്കിൽ ഉണ്ടാകുന്നതും ആ പ്രഖ്യാപനത്തിന് ശേഷം വന്ന വ്യത്യാസം പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങള് സ്വന്തം ബക്കറ്റ് പിരിവ് വാങ്ങിയ പൈസ ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട്, അല്ല, ചന്ദ്രിക പത്രത്തിന്റെ അക്കൗണ്ടിൽ ഇടുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനുശേഷം ഡിമോണിറ്റൈസേഷനെ കുറ്റം പറഞ്ഞിട്ട് പിഴയടയ്ക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് 30% നിങ്ങൾ ടാക്സ് അടച്ചാൽ പ്രശ്നം തീരും, അത് അടച്ചില്ല. 30% ടാക്സ് അടച്ചാൽ പ്രശ്നം തീരും, അത് അടയ്ക്കാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇനി അത് അവിടെ നിൽക്കട്ടെ. അതിന് 2,25,00,000 രൂപ നിങ്ങൾ 2,25,00,000 രൂപ നിങ്ങൾ അടച്ചു, അതാണ് പ്രശ്നം. ശ്രീ ജെയ്സി തോമസ്, എനിക്കൊന്നു ഈ പ്രേക്ഷകരുടെ അടിസ്ഥാന ആദായ നികുതി വകുപ്പിന്റെ ധാരണകൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അരുൺ കേട്ടോളൂ, ഓരോ ഇതൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. അത് താങ്കളൊരു ഉദാഹരണം പറയാമോ? ഏതെങ്കിലും ഒരു പാർട്ടി ഇതേപോലെ പിഴയടച്ച് ബക്കറ്റ് പിരിവ് വാങ്ങിയ ഈ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് പിരിവെടുത്ത പൈസ പെനാൽറ്റി അടച്ചൊരു കേസ് പറയാമോ? ജയിക്കിന്റെ പാർട്ടി ആ പൈസ എടുത്ത് കൈവച്ചിട്ട് എല്ലാ ഏരിയ കമ്മിറ്റി ഓഫീസിലും 50 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുക ഇലക്ഷന്. അതിന് ഒരാൾക്കെങ്കിലും ക്യാഷ് അല്ലാതെ കൊടുത്തിട്ടുണ്ടോ? അവര് കൊടുത്തിരിക്കുന്നതെല്ലാം ക്യാഷ് ആണ്. എന്താണ് അത്? ബാങ്കിലടച്ചു. ബാങ്കിലല്ല സാർ അടച്ചത്, അത് അടച്ചത് നിങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ടു. അത് പിടിച്ചപ്പോ പിന്നെ നിങ്ങൾ പല വഴികൾ നോക്കി. ആ വഴികളിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ഉപദേശിച്ചു കൊടുത്തു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമുണ്ട് സാർ, ഇത് പ്രധാനമന്ത്രിയുടെ സ്കീമിലിട്ടത് എന്തിനാ? പ്രധാനമന്ത്രിയുടെ സ്കീമിലിട്ടത് എന്തിനാ? പ്രധാനമന്ത്രിയുടെ സ്കീമിലേക്ക് അത് ഇട്ടുകൊണ്ട് മാത്രമേ റെഗുലറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് 2016 പറ്റില്ലായിരുന്നോ? 2016 പറ്റില്ലായിരുന്നോ? പറ്റില്ലായിരുന്നു. അതിന് മുമ്പ് എന്താ പറ്റാതെ? അന്ന് സ്കീമില്ല. സാധിക്കില്ലായിരുന്നു. എന്താ കാര്യം? അന്ന് ആ സ്കീമില്ല. ആര് പറഞ്ഞു സ്കീമില്ലെന്ന്? പ്രധാനമന്ത്രി ഒന്നുമില്ലേ? 2016 പ്രധാനമന്ത്രി സ്കീമില്ലേ? ഗവൺമെന്റ് പോളിസി എന്താണ് മുഹമ്മദ് ഷാ ഇത്? ഒരു നിമിഷം ശ്രീ ജയിക്ക് എന്തായാലും കള്ളപ്പണം പിടിച്ചു. അതിന് 2.25 കോടി രൂപയോളം നികുതിയും അതിന്റെ പിഴയും കൊടുത്തു. അതിന്റെ 1.25 കോടി രൂപ പ്രധാനമന്ത്രിയുടെ ഗരീബ് ഡിപ്പോസിറ്റ് സ്കീമിലിട്ടു. അതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് ആ കേസ് ഒത്തുതീർപ്പാക്കി പ്രൊഹിബിഷൻ ഓർഡർ പിൻവലിച്ചു. ഇതിന്റെ എല്ലാം രേഖകൾ നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് കണ്ടെത്തി എന്നതാണ്